ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആപ്പിളിൻ്റെ പുതിയ iOS 18 അപ്ഡേറ്റിൽ വന്ന എല്ലാ പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസും ആണ്. ഞാനിതിൻ്റെ തൊട്ട് മുന്നേറ്റ് iPhone 16 Pro Maxൻ്റെ അൺബോക്സിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണാം. ഇനി നമുക്ക് ഓരോ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഹോം സ്ക്രീനാണ്. നമ്മൾ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും ഇതേപോലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഏത് ആപ്പും എങ്ങോട്ട് വേണമെങ്കിലും റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മൾട്ടിപ്പിൾ ആപ്സ് വേണമെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഒരു സണ്ണിൻ്റെ ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡാർക്ക് മോഡ് ആക്കാം, ഇല്ലെങ്കിൽ തിരിച്ച് ബ്രൈറ്റ് മോഡ് ആക്കാം. പിന്നെ നമുക്ക് ലൈറ്റ് മോഡ് ഉണ്ട്, അതാണ് കറന്റ് ഉള്ളത്. ഇനി ഡാർക്ക് മോഡ് വേണമെങ്കിൽ അതിലേക്ക് ആക്കാം. ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തോളും. പിന്നെ നമുക്ക് അവസാനമുള്ളത് ടിൻറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ടിൻറ്റിൻ്റെ കളർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അടിയിലുള്ള കളർ പാറ്റിൽ ഏത് കളറിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അടിയിലുള്ള സാച്ചുറേഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സോ ഇതേപോലെ കളർ മാറുന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലുള്ള കളർ പിക്കറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാൾപേപ്പറിലുള്ള ഏതെങ്കിലും കളർ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ആപ്പിൻ്റെ കളറാക്കി മാറ്റാൻ പറ്റും. വാൾപേപ്പറിൻ്റെയും ആപ്പ് ഐക്കണിൻ്റെയും കളർ മാച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് ഐക്കണിൻ്റെ സൈസ് ലാർജ് ആക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് സ്മോളിലാണ് ഇരിക്കുന്നുണ്ടാവുക, അത് നമുക്ക് വേണമെങ്കിൽ ലാർജ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും. ഇനി അടുത്ത ഫീച്ചർ ലോക്ക് സ്ക്രീനിലാണ്. നമ്മൾ ലോക്ക് സ്ക്രീനിൻ്റെ മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അടിയിലുള്ള കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോക്ക് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ കാണുന്ന എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അടിയിൽ പണ്ട് മുതലേ ഡിഫോൾട്ട് ആയിട്ടുള്ള ക്യാമറ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ മൈനസ് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. എന്നിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഐക്കൺസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പണ്ട് മുതലേ ഉള്ള ക്ലോക്ക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ വാൾപേപ്പർ ഡൈനാമിക് യെല്ലോ പിങ്ക് ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ ഒരു ആഡ് വിജറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഷോർട്ട് കട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഷോർട്ട് കട്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഡാർക്ക് ആക്കാം, ലൈറ്റ് ആക്കാം, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൊടുക്കാം. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെപ്ത് എഫക്റ്റ് വേണമെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. സോ ഇത്രയധികം ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻസ് iOS 18 കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത് കൺട്രോൾ സെൻറ്റർ ആണ്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഡിഫോൾട്ട് ആയിട്ടുള്ള കൺട്രോൾ സെൻറ്റർ, പിന്നെ നൗ പ്ലേയിങ്, ഹോം, കണക്ടിവിറ്റി. ഈ ഒരു കൺട്രോൾ സെൻറ്ററിന് മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അടിയിൽ ആഡ് എ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കൺട്രോൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഓരോ കൺട്രോളിൻ്റെയും പൊസിഷൻ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനും പറ്റും. ഇനി ഏതെങ്കിലും ഒരു കൺട്രോളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കോർണർ പിടിച്ചിട്ട് നമുക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ പറ്റും. സോ ഈ കൺട്രോൾ സെൻറ്ററിലും നന്നായി കസ്റ്റമൈസേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു പവർ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എഡിറ്റ് സ്ക്രീനിലേക്ക് തിരിച്ചു വരും. ഇനി അടുത്തൊരു ചേഞ്ച് ഉള്ളത് ഫ്ലാഷ് ലൈറ്റിലാണ്. അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൺട്രോളിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓഫ് ആവും. അതുപോലെ തന്നെ മുകളിലേക്കോ അടിയിലേക്കോ വലിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഏരിയ നാരോ അല്ലെങ്കിൽ വൈഡ് ആക്കാൻ പറ്റും. ഇത് നല്ലൊരു ഫീച്ചറൊക്കെ തന്നെയാണ്. എന്നാൽ പ്രാക്ടിക്കലായിട്ട് എവിടെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് ആപ്സ് എങ്ങനെ ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റിക്വയർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഫേസ് ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അതുപോലെ തന്നെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടിയിലായിട്ട് പുതിയൊരു ഓപ്ഷനും വന്നിട്ടുണ്ടാവും. ഇവിടെ പാസ്വേഡ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഫേസ് ഐ ഡി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ആയിക്കോളും. പിന്നെ ഹൈഡ് ചെയ്തിട്ടുള്ള ആപ്സ് ആണെങ്കിൽ അത് ആപ്പ് ലൈബ്രറിൻ്റെ ഉള്ളിൽ ഹിഡൻ ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിലാണ് ഉണ്ടാവുക. ഇനി അടുത്ത ഫീച്ചർ മെസ്സേജസിലാണ്. നമ്മളിവിടെ ആരെങ്കിലും മെസ്സേജിന് മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതേപോലെ ഒരു ഇമോജിയുടെ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇമോജി റിയാക്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു അപ്ഡേറ്റിൽ ഉണ്ടാവില്ല. അതൊക്കെ 8.2 അപ്ഡേറ്റിലാണ് വരുള്ളൂ. അതിൽ നമുക്ക് ന്യൂ സിറി, ലൈറ്റിംഗ് സ്റ്റൈൽ, ഇമേജ് പ്ലേ ഗ്രൗണ്ട് ആൻഡ് ജെൻമോജി ഒക്കെ ഉണ്ടാവും. മെസ്സേജസ് ആപ്പിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഫുള്ള് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു ഐക്കൺ കാണാൻ പറ്റും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആ ഒരു ടെക്സ്റ്റിന് ആനിമേഷൻസ് കൊടുക്കാം. അതായത് ബിഗ്, സ്മോൾ, ഷേക്ക്, നോഡ്, എക്സ്പ്ലോഡ്, റിപ്പിൾ, ബ്ലൂം ആൻഡ് ജിറ്റർ. അങ്ങനെ 8 ആനിമേഷൻസും പിന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ആൻഡ് സ്ട്രോക്ക് ഇതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ആനിമേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ മേലെ ആ പ്രിവ്യൂ വന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ തന്നെ മെസ്സേജസ് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൻഡ് ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ AM PM സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടൈം ഏത് വേണം, ഡേറ്റ് ഏത് വേണം എന്നൊക്കെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ടൈമിലാണ് മെസ്സേജ് സെൻഡ് ആവുള്ളൂ. ഇനി അടുത്ത കുറച്ച് ഫീച്ചേഴ്സും ചേഞ്ചസും വന്നിട്ടുള്ളത് കാൽക്കുലേറ്റർ ആപ്പിലാണ്. നമ്മളിവിടെ ഒരു കാൽക്കുലേഷൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫുൾ ഹിസ്റ്ററി ഇവിടെ കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് ചെയ്ത കാൽക്കുലേഷൻ തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കൂടി നമുക്ക് എഡിറ്റ് ചെയ്ത് പുതിയ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അടിയിൽ കാൽക്കുലേറ്ററിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആദ്യം തന്നെ ബേസിക്കലി എടുക്കണേ. പിന്നെ സയന്റിഫിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ. പിന്നെ അടിയിലുള്ള കൺവേർട്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂണിറ്റ് വേണമെങ്കിലും ഏതിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം.
ഞാനിവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ യൂണിറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറൻസിയിലാണ് ഇരിക്കുന്നത്. കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ കൺവേർട്ട് ചെയ്യാം, പിന്നെ ഏരിയ കൺവേർട്ട് ചെയ്യാം, പിന്നെ ഡാറ്റ, എനർജി, ഫോഴ്സ്, ഫ്യൂവൽ, ലെങ്ത്, പവർ, പ്രഷർ, സ്പീഡ്, ടെമ്പറേച്ചർ, ടൈം, വോളിയം ആൻഡ് വെയിറ്റ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 15 കാറ്റഗറീസ് അവൈലബിൾ ആണ്. നമുക്ക് മുകളിലുള്ള യൂണിറ്റിന് മേലെ മാത്രമല്ല താഴെയുള്ള യൂണിറ്റിന് മേലെ ക്ലിക്ക് ചെയ്താലും മാറ്റാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു 2 ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിയിൽ നിന്നുള്ളത് മുകളിലേക്കും മുകളിൽ നിന്നുള്ള അടിയിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇനി അടിയിലുള്ള കാൽക്കുലേറ്റർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഇക്വേഷൻ നമ്മളിവിടെ ഇതേപോലെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക. അപ്പോൾ നമ്മൾ അതിൽ അവസാനം ഈക്വലിറ്റി കൊടുത്താലാണ് അതിൻ്റെ കാൽക്കുലേഷൻ തരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രം ഒരു കാര്യം മനസ്സിലാവും. അതായത് വെറുതെ കാൽക്കുലേഷൻ തരിക മാത്രമല്ല, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിലാണ് അതിൻ്റെ ആൻസർ തരിക. അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. ഇനി iOS 18 വന്ന പുതിയൊരു ചേഞ്ച് ഈ ഒരു പാസ്വേഡ്സ് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ഇവിടെ നമുക്ക് എല്ലാ പാസ്വേഡ്സും സേവ് ചെയ്യാം, ലൈക്ക് പാസ് കീ, കോഡ്, സെക്യൂരിറ്റി, വൈഫൈ ഒക്കെ. ഇവിടെ തന്നെ വൈഫൈയിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മൾ വൈഫൈ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വൈഫൈ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഷോ നെറ്റ്വർക്ക് QR കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈഫൈൻ്റെ QR കോഡ് ഇവിടെ കാണിച്ചു തരും. ആർക്ക് വേണമെങ്കിലും ഇത് സ്കാൻ ചെയ്തിട്ട് ഈസിലി വൈഫൈയിൽ കണക്ട് ചെയ്യാം. ഇനി അടുത്തൊരു അടിപൊളി ഫീച്ചർ ഉള്ളത് സെറ്റിംഗ്സിലാണ്. ഇവിടെ നമ്മൾ ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലായിട്ട് ഇവിടെ ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് കണ്ണുകൊണ്ട് ഫോൺ കൺട്രോൾ ചെയ്യാം. ഇവിടെ നമ്മൾ ഐ ട്രാക്കിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറയും. അവിടെ നമ്മൾ കറക്റ്റ് ഫോൺ പിടിച്ചിട്ട് ആ ഒരു ഡോട്ട്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കറക്റ്റ് ആയിട്ട് ഒരു ഡോട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ മാറും. ആൻഡ് അടുത്ത ഡോട്ടിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൊണ്ട് മാത്രം നോക്കുക. തല നന്നായി തിരിച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ഐ ട്രാക്കിംഗ് വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഐ ട്രാക്കിംഗ് ഓൺ ആയിട്ടുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് ഫോൺ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ എങ്ങോട്ടാണ് നോക്കണേ അവിടെ പോയിന്റർ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ സ്നാപ്പ് ടു ഐറ്റമിൻ്റെ മേലെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആവുന്നത് കാണാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് കുറച്ച് നേരം ഒരു സ്ഥലത്തേക്ക് നോക്കിയാലാണ് അതിൻ്റെ മേലെ ക്ലിക്ക് ആവുക. ഇനി രണ്ടാമത്തത് ഞാൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടോഗിളിൻ്റെ മേലെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എനേബിൾ ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വോയിസ് കമാൻഡ് അല്ലാണ്ട് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഫോൺ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ചേഞ്ച് ഫോട്ടോ ആപ്പിലാണ്. ഇവിടെ ഫുള്ള് റീഡിസൈൻഡ് ആയത് കാണാൻ പറ്റും. നമുക്ക് അടിയിൽ ഓൾ ഉണ്ട്. പിന്നെ മന്ത്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി എടുത്ത ഫോട്ടോസ് കാണാം. ഇയേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയർലി എടുത്ത ഫോട്ടോസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള 2 ആരോസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഓൾ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഫേവറേറ്റ്സ്, എഡിറ്റഡ്, ഫോട്ടോസ്, വീഡിയോസ് ആൻഡ് സ്ക്രീൻഷോട്ട്സ്. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി മാത്രം കാണിക്കണ പോലെ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ ഏതെങ്കിലും ഫോട്ടോന് മേലെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടാവും. അത് AI ഫീച്ചേഴ്സ് ലോഞ്ച് ചെയ്യുമ്പോഴാണ് കിട്ടുള്ളൂ. അത് സാംസങ്ങിന്റെ ഒബ്ജക്റ്റ് ഇറേസർ പോലുള്ള സിമിലർ ഫീച്ചറാണ്. ഇനി നെക്സ്റ്റ് ഫീച്ചർ നോട്ട്സ് ആപ്പിലാണ്. നമ്മൾ നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ അടിയിലുള്ള ക്രിയേറ്റ് നോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അറ്റാച്ചിന്റെ ഒരു സിമ്പൽ കാണാൻ പറ്റും. അതിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അത് സേവ് ആവും. സേവ് ചെയ്തതിൻ്റെ അടിയിൽ ഇതേപോലെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യവും ഇതേപോലെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത ഫീച്ചർ ആക്ഷൻ ബട്ടണിലാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് എ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കിപ്പോൾ കൺട്രോൾ സെന്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കൺട്രോൾ വേണമെങ്കിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തൊരു അടിപൊളി ഫീച്ചർ ഉള്ളത് സഫാരി ആപ്പിലാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈഡ് ഡിസ്ട്രാക്റ്റിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിൽ കാണുന്ന ഏതൊരു ഐറ്റം വേണമെങ്കിലും ഹൈഡ് ചെയ്യാൻ പറ്റും. ടച്ച് ചെയ്ത് നീക്കുമ്പോൾ സ്ക്രോൾ ആവില്ല, സെലക്ഷൻ മാത്രം വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഹൈഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ അതിനെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി റൈറ്റ് സൈഡിൽ അടിയിൽ കാണുന്ന ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. അത് സേവ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ സ്ക്രോൾ ചെയ്യാൻ പറ്റുക. അടുത്ത പേജിൽ നിന്ന് രണ്ടാമത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇത് ശരിക്കും നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആഡ്സും ക്ലിക്ക് ബേറ്റ്സ് ഒക്കെ ഓരോ വെബ്സൈറ്റിൽ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ ഹൈഡ് ചെയ്ത് കളയാം. ഇനി രണ്ടാമത് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഷോ ഹിഡൻ ഐറ്റംസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഷോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹിഡൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തിരിച്ച് കാണിച്ചു തരും. ഇനി അടുത്തൊരു ഫീച്ചർ ഡയലർ ആപ്പിലാണ്. നമ്മൾ നമ്പേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സജഷൻ ഇതേപോലെ വരും. ഇനി പണ്ടത്തെ ഫീച്ചർ ഫോണിൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യണ പോലെ നമ്പറിന്റെ മേലെ 2-3 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് ലെറ്റർ അടിക്കുകയാണെങ്കിൽ ആ ഒരു നെയിമുള്ള കോൺടാക്ട് ഇവിടെ സജസ്റ്റ് ചെയ്ത് തരും. iOS 18 അപ്ഡേറ്റിന് ശേഷം വന്ന പുതിയൊരു ചേഞ്ച്, നമ്മൾ ഇതേപോലെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ക്യാമറ ആപ്പ് യൂസ് ചെയ്യണതിനൊന്നും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ല. സോ ഇതൊക്കെയാണ് iOS 18 വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആൻഡ് ചേഞ്ചസ്. AI ഫീച്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ iPhone 16 Pro Maxന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പുതിയതായിട്ട് വന്ന എല്ലാ മൈന്യൂട്ട് ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. സോ iPhone 16 സീരീസ് എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ അവസാനം കൊടുത്ത കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ടെക് വീഡിയോസിനായി ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.